നിങ്ങൾ പുതുതായി കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള ഒരു വ്യക്തിയാണോ? അവരുടെ പീരിയഡ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ഒരാളാണോ? ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പണ്ടൊക്കെ കാലത്ത്, അതായത് എൻ്റെ അമ്മയുടെയൊക്കെ കാലത്തുണ്ടല്ലോ, പീരിയഡ്സ് എന്ന് പോലും സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ഒന്നും പറയില്ല. ഞാനൊക്കെ വലുതായിട്ടാണ് ആ വാക്ക് തന്നെ കേൾക്കുന്നത്. അത് കുറച്ച് നാട്ടിൻപുറത്താവുമ്പോൾ ഇപ്പോഴാണ് പലരും എന്താണ് പീരിയഡ്സ് എന്നുള്ള വാക്ക് പോലും പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ബോയ്സ് കുറച്ചൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരവരുടെ ഗേൾ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുടെ വൈഫിനൊക്കെ പീരിയഡ് സമയത്ത് കെയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് വേണ്ട സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ മെനിസ്ട്രൽ കപ്പ് ഇത് അവർ തന്നെ മേടിച്ചു കൊടുക്കുന്ന ഒരു ശീലമൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പീരിയഡ്സ് എന്ന് നോക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾക്കാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പീരിയഡ്സിൻ്റെ സമയത്ത് നിങ്ങൾ എങ്ങനെ നിങ്ങളെ പാർട്ട്ണറെ കെയർ ചെയ്യണം, അത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ ചില അമ്മമാരുണ്ട് ഇപ്പോഴും മക്കളോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമോ എന്നൊന്നും പറയാതെ അവരുടെ വേദനകൾ കടിച്ചമർത്തി അവരുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ ഒന്നും അറിയിക്കാതെ ഇതെന്തോ മൂടി വെക്കേണ്ട കാര്യമാണെന്ന് വിചാരിക്കുന്ന അമ്മമാരോടും മുത്തശ്ശിമാരോടും ഒക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പണ്ടത്തെ കാലത്ത് 14 വയസ്സിലൊക്കെ ആയിരുന്നു ഫസ്റ്റ് പീരിയഡ്സ്. ഇപ്പൊ 11 വയസ്സിലൊക്കെ കുട്ടികൾക്ക് പീരിയഡ്സ് ആയിട്ട് വരുന്നുണ്ട്. എപ്പോൾ തൊട്ട് പീരിയഡ്സ് ആയോ പിന്നെ പീരിയഡ്സ് നിൽക്കുന്നത് അത് ചിലർക്കൊന്നും അറിയില്ല. പീരിയഡ്സ് നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആൺപിള്ളേർക്കൊക്കെ അറിയാത്ത കാര്യമായിരിക്കും. നിങ്ങളുടെ അമ്മമാരുടെ പീരിയഡ്സ് ഇപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒരു 45 വയസ്സ് അല്ലെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അവരെ പീരിയഡ്സ് നിൽക്കും. ആ സമയത്തായിരിക്കും. പണ്ട് അമ്മയ്ക്ക് ഇത്ര ദേഷ്യമൊന്നും ഉണ്ടായില്ല. ഈ ഇടയ്ക്ക് അമ്മ എപ്പോഴും വാശിയും ഭയങ്കര ദേഷ്യം, അമ്മയ്ക്ക് എപ്പോഴും ചൂടാണ്, ചൂട് കാലമൊന്നുമല്ല പക്ഷെ എപ്പോഴും ദേഹം ചൂടാണ്, പുകയുന്നു എന്നൊക്കെ പറയണം. ഇതൊക്കെ എന്താണ്, ഇവരെ പീരിയഡ്സ് നിൽക്കുമ്പോഴും സാധാരണ നോർമലി നമുക്ക് പീരിയഡ്സ് ആവില്ല. അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ പീരിയഡ്സ് നിൽക്കുന്ന ആ 1-2 വർഷങ്ങൾ ഇവർ നല്ല കഷ്ടപ്പാടാണ് അവർക്ക്. കാരണം അവരുടെ ഹോർമോൺ വ്യതിയാനം കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പീരിയഡ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഗർഭപാത്രത്തിന് 3 ലെയർ ഉണ്ട്. അതിൽ ഏറ്റവും അകത്തുള്ള ലെയറിനാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയം ഓരോ തവണയും ഓരോ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു സ്പേം വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്പേമിന് ഇരിക്കാൻ അല്ലെങ്കിൽ അത് അവിടെ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മെത്ത ഉണ്ടാക്കുകയാണ് എല്ലാ തവണയും. ആ ഒരു ബെഡ്, അതായത് ഈ ബെഡ് എന്ത് വെച്ച് ഉണ്ടാക്കിയതാണ്, കുറേ മെംബ്രെയിൻസുകളും രക്തക്കുഴലുകളും കോശങ്ങളും ചേർന്ന ഒരു ബെഡാണ്. അപ്പോൾ എന്ത് ചെയ്യും, പ്രഗ്നൻ്റ് ആയില്ല ആ സമയത്ത് ഹോർമോൺസിൻ്റെ വ്യതിയാനം കാരണം എന്ത് ചെയ്യും, പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ഹോർമോൺസ് എല്ലാം കുറയും. ആ സമയത്ത് ഇത് പൊട്ടി, ഈ രക്തക്കുഴലും ഈ ബെഡും ഈ എൻഡോമെട്രിയം പൊട്ടി നമ്മുടെ വജൈനിലൂടെ പുറത്തു വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ കണ്ണീര് വരുന്ന പോലെ അല്ലെങ്കിൽ ഉമിനീര് വരുന്നത് പോലെ വിയർപ്പ് വരുന്നത് പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഇതൊരു അശുദ്ധമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഇനി പീരിയഡ്സ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണുള്ളതെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന് കാരണം എന്താ വെച്ചാൽ ഹോർമോണിൻ്റെ വ്യതിയാനമാണ്. അത് പീരിയഡ്സ് എന്ന് പറയുന്നത് ഈ 3-4 ദിവസങ്ങളിൽ മാത്രമാണോ പീരിയഡ്സ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഇത് ഒരു മാസത്തോളം നടക്കുന്ന ഒരു മാസത്തിൻ്റെ ഒരു സൈക്കിളാണ്. നോർമലി ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 21 ദിവസം തൊട്ട് 35 ദിവസം. നമ്മൾ അതൊന്നും നോക്കണ്ട. നമ്മളൊരു 28 ദിവസത്തെ ഒരു ആവറേജ് ഒരു നോർമൽ ഒരു ഐഡിയൽ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പീരിയഡ്സ് ഉണ്ടാകുന്ന ദിവസം അതൊരു 3 to 7 ദിവസം ഈ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന പീരിയഡ്സ് ആണ് നോർമലായിട്ട് നമ്മൾ പറയുന്ന ദിവസം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അടുത്തൊരു സെക്ഷനാണ്. അതായത് ആ പീരിയഡ്സ് കഴിഞ്ഞ് തൊട്ട് 1ാമത്തെ ദിവസം തൊട്ട് 14ാമത്തെ ദിവസം വരെ, 28 ദിവസത്തിൽ 14ാമത്തെ ദിവസം വരെ നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും. ഈ സമയത്ത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് പീരിയഡ്സ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ അവരുടെ മൂഡൊക്കെ ശരിയായി എന്ന് പറയില്ല. അതിന് കാരണം എന്താണ്, ഈസ്ട്രോജൻ ഹോർമോൺ വീണ്ടും കൂടി വരികയാണ്. അടുത്ത കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള മെത്തയുടെ പ്രിപ്പറേഷനിലാണ്. അതായത് മെത്ത മെനയാണ്, അതായത് ഹോർമോൺസ് കൂടുന്നു, അവിടെ പുതിയ രക്തക്കോയിൽ വരുന്നു. ഇനി എന്ത് ചെയ്യും, 14ാമത്തെ ദിവസം ഇതാണ് ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെക്സ് ചെയ്യേണ്ടത്. ഈ സമയത്താണ് ഓവുലേഷൻ, അതായത് അണ്ഡം പുറത്തു വരുന്നത്. ഇനി
അത് വന്നില്ല, അപ്പോൾ നിങ്ങൾ സെക്സ് ചെയ്തില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടില്ല എന്നെങ്കിൽ നിങ്ങൾ കുട്ടി എല്ലാ സമയത്തും നിങ്ങൾ പ്രഗ്നൻ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഹോർമോൺ കുറയാൻ തുടങ്ങും. അതിന് നമ്മൾ എന്ത് ചെയ്യും, സെക്രട്ടറി ഫേസ് എന്ന് പറയും. ഇതിൻ്റെ ലാസ്റ്റ് അവസാനം ആകുമ്പോഴേക്കും ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൂടുതലായിട്ട് ഹോർമോൺ വീണ്ടും കുറയാൻ തുടങ്ങും. അതാണ് പീരിയഡ്സിൻ്റെ 1-2 ദിവസം മുമ്പ് സ്ത്രീകൾക്ക് അറിയാവുന്നതായിരിക്കും. എന്താണെന്നറിയില്ല, ഇന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, സങ്കടമാണ്, എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. അതേപോലെ നിങ്ങളെ പാർട്ട്ണർ അമിതമായിട്ട് വെറുതെ ചൂടാവുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ കാരണം എന്താ പറയുക, ഈ ഹോർമോൺ വാരി ചെയ്യാണ് അടുത്ത ദിവസം പീരിയഡ്സ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് പീരിയഡ്സിൻ്റെ ഒരു സൈക്കിൾ. ഇത് വീണ്ടും ബ്ലീഡിങ് ആയി ആ പിറ്റേ ദിവസം അവർക്ക് പീരിയഡ്സ് ആവും. അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് വരികയാണ്. ഓരോ തവണയും ഇവർ ഓരോ പീരിയഡ്സ് ആകുമ്പോഴും ഒരു ചെറിയൊരു ലേബർ പെയിൻ, ഒരു പ്രസവ വേദന പോലുള്ള ഒരു വേദനയാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്നത്. പീരിയഡ് സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വയറുവേദന. വയറുവേദന എന്ന് പറയുന്നത് നിങ്ങളെ ഗർഭപാത്രം ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്നതിനാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയ്ക്കാണ് നമ്മൾ പീരിയഡ്സിൻ്റെ വയറുവേദന എന്ന് പറയുന്നത്. പിന്നെ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ കാരണം മസിൽസുകൾക്കും, കാലിൻ്റെ മസിൽസ്, നടുവിന്, ബാക്കിലെ മസിൽസിനൊക്കെ വേദന ഉണ്ടാവും. പിന്നെ ചിലർക്ക് ക്രേവിങ്സ് ഉണ്ടാവും. ചിലർ പറയും എനിക്ക് ചോക്ലേറ്റ്സ് വേണം, ഐസ്ക്രീം വേണം. ഇതിന് കാരണം എന്താണെന്ന് അറിയോ, ഇത് അവർക്ക് വെറുതെ തോന്നുന്നതല്ല, ഇവരുടെ ഷുഗറിൻ്റെ ലെവല്, ഗ്ലൂക്കോസിൻ്റെ ലെവലൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ചില ഹോർമോൺസിൻ്റെ വ്യതിയാനമൊക്കെ കാരണമാണ് ഇവർക്ക് ഇത് കഴിക്കാൻ തോന്നുന്നത്. പിന്നെ ചിലവർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും, ചിലവർക്ക് മലം കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഇതിനൊക്കെ കാരണം അധികം പേർക്കും ലൂസ് മോഷൻ ആയിരിക്കും. ഇതിന് കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഹോർമോണാണ്. കൂടാതെ ചില വ്യക്തികളിൽ എന്തായിരിക്കും, ഇവരുടെ ബ്രസ്റ്റിന് ഒരു ടെൻഡർനെസ് ഉണ്ടാവും, തൊടുമ്പോൾ ഒരു വേദന ഉണ്ടാവും. ഇതൊക്കെയാണ് നോർമലി ഒരു പീരിയഡ്സിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൂഡ് സ്വിങ്സ്. ഇതിന് കാരണം ഹോർമോണിൻ്റെ വ്യതിയാനമാണ്. ഇനി ചില ആൾക്കാർക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അധികം പേർക്കും താല്പര്യം ഉണ്ടാവില്ല, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ ഹോർമോൺസ്, എസ്പെഷ്യലി ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നത് കാരണം ഇവർക്ക് എന്ത് ചെയ്യും, വയറ് വീർത്ത് ഇരിക്കുന്നത് പോലെ ഉണ്ടാവും. പിന്നെ ചിലവർക്ക് ഭയങ്കര ക്ഷീണം, അധികം പേർക്കൊന്നുമില്ല, നല്ല ക്ഷീണം ഉണ്ടാവും. കാരണം ഈസ്ട്രോജൻ കുറയുമ്പോൾ രക്തയോട്ടത്തിലുള്ള വ്യതിയാനം കാരണമാണ് ഇത്തരത്തിലുള്ള ക്ഷീണം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ആദ്യം നിങ്ങൾ മെൻ്റലി അവർക്ക് എങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ പറയാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ മൂഡ് സിങ്സ് ആണ്. ഇത് അവരെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കുകയേ ചെയ്യുള്ളൂ. ഒരിക്കലും നിങ്ങൾ എന്ത് പറയരുത്, ഇത് മൂഡ് സിങ്സ് ആണ്, തോന്നലാണെന്ന് പറയരുത്. ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും അപ്പോൾ ഇത് പകലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി അവർ പകലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പല വീട്ടിലും കുടുംബ പ്രശ്നം ഉണ്ടാവുന്നത് ഹസ്ബൻഡിന് ഭാര്യയ്ക്ക് പീരിയഡ്സ് ആണെന്നും അറിയില്ല, ഭാര്യയ്ക്ക് ഇത് പീരിയഡ്സ് കൊണ്ടാണ് എനിക്ക് അമിതമായിട്ട് ദേഷ്യം വരുന്നതും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരിക്കലും അവരെ അധികം എതിർത്ത് സംസാരിക്കാതിരിക്കുക. 2 ദിവസം കഴിഞ്ഞാൽ അവരെ പീരിയഡ്സ് മാറില്ല. അപ്പം നമുക്ക് അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് അവരോട് കൂടുതൽ സംസാരിക്കാതിരിക്കുക. പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചിട്ട് അത് അവർക്ക് മേടിച്ചു കൊടുക്കുക. പിന്നെ അവരെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക. പിന്നെ അവരെ കൂടുതൽ ആശ്വസിപ്പിക്കുക. അവർക്ക് കേൾക്കാനായിരിക്കും ഇഷ്ടം. ചിലവർക്ക് കുറേ പറയാനുണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു ലിസണർ ആവുക, ഒരു കേൾവിക്കാരനാവുക. ഇത്രയൊക്കെയാണ് ഒരു സ്ത്രീ പീരിയഡ് സമയത്ത് ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഹോട്ട് ബാഗ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കുപ്പിയിൽ ചൂടുവെള്ളം ആക്കിയിട്ട് അവർക്ക് കൊടുക്കുക. അത് അവർ ആ വയറിൻ്റെ ഭാഗത്ത് വെക്കുമ്പോൾ അവർക്ക് കുറവുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക. ചോക്ലേറ്റ് കഴിക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്, വേദന കുറയും. പിന്നെ ചെറിയ തോതിൽ എക്സസൈസ് ചെയ്യാൻ പറയാം. ചിലർക്ക് പറ്റണമെന്നില്ല, പക്ഷെ എക്സസൈസ് ചെയ്താൽ പലരും വിചാരിക്കുന്നത് എക്സസൈസ് ചെയ്താൽ വേദന കൂടുന്നല്ല, പക്ഷെ വേദന കുറയും കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, അവർക്ക് ജോലി ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് അതിലൊക്കെ സഹായിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഞാൻ ഇത്രത്തോളം പറഞ്ഞത് കേട്ട് നിർത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് പീരിയഡ്സ് ആണ്, നോർമലായിട്ട് വേദന ഉണ്ടാവണം, ഇത്രയൊക്കെ ചെയ്താൽ മതി. പക്ഷേ അങ്ങനെയല്ല കേട്ടോ വേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളെ അനിയത്തിക്കോ നിങ്ങളെ പാർട്ട്ണറിനോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പീരിയഡ് സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. 7 ദിവസം പീരിയഡ്സ് കഴിഞ്ഞിട്ടും പീരിയഡ്സ് നിൽക്കുന്നില്ല, ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്, നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ചിലപ്പോൾ PCOD ആവാം, തൈറോയിഡ് ആവാം, പല രോഗങ്ങളുടെയും ലക്ഷണമാണിത്. അല്ലെങ്കിൽ 1-2 മാസം പീരിയഡ്സ് ഇല്ല, ഇടയ്ക്ക് പീരിയഡ്സ് വരും, ചിലപ്പോൾ പീരിയഡ്സ് റെഗുലർ അല്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. പിന്നെ പീരിയഡ്സ് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഈ പീരിയഡ്സിൻ്റെ സമയത്ത് മൂഡ് സ്വിങ് നോർമലാണ്, പക്ഷെ ചിലവർക്ക്
വളരെ അധികം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂഡ് സ്വിങ്സ് ആണെങ്കിൽ അതിനും മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ പാർട്ട്ണറിനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡോക്ടറെ കാണിക്കാൻ പോകണം. പൊതുവെ ഇപ്പം ഒന്നും അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡൊക്കെ വരാറുണ്ട് കൂടെ. പക്ഷേ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയല്ല. അപ്പോൾ എന്താണ്, ഇപ്പോൾ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, പീരിയഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അമ്മ വരും, അമ്മ എന്തൊക്കെയാ പറയുന്നറിയാം മോളോട്, അങ്ങനെയാണോ ചോദിച്ചാൽ മോള് അങ്ങനെ ഒരു സിറ്റുവേഷനിലാവരുത്. നമ്മൾ പീരിയഡ്സ് നോർമൽ ഒരു സാധാ ഒരു പനി, ജലദോഷം അങ്ങനെ വരുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളിങ്ങനെ പൊത്തി പിടിക്കുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ഡിസ്കംഫർട്ട് ആവുന്നത്. ഇത് പുരുഷന്മാരുടെ മാത്രം ഇഷ്യൂസ് അല്ല കേട്ടോ. ഇതിന് മെയിൻ കാരണം സ്ത്രീകൾ തന്നെയാണ്. കാരണം അവരവരെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല പീരിയഡ്സ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഒരിക്കലും അവരെ അറിയിക്കാണ്ട് അവർ നടക്കുകയാണ്. ആ ഒരു മകനാണ് ഒരു ഹസ്ബൻഡ് ആവുന്നത്. മകന് അറിയില്ല, ഒരു ഹസ്ബൻഡ് ആകുമ്പോൾ അവരറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ, സ്ത്രീകൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് അറിയുള്ളൂ. നമുക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലേ നമുക്ക് അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുള്ളൂ. അപ്പോൾ പീരിയഡ്സ് നമ്മളെ സമൂഹത്തിൽ നോർമൽ ആകാൻ, അതായത് ഒരു നോർമൽ സംഭവമാക്കാനുള്ള കാലഘട്ടം ആയിട്ടുണ്ടായി. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇനി ഫസ്റ്റ് പറഞ്ഞ കാര്യം, അമ്മമാർ ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ തന്നെ കുട്ടിക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു 5 വയസ്സായ കുട്ടിക്കാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ല. ഇനി ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ എന്താ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ മോനോട് എന്താ അമ്മ വരാത്ത, എന്താ ഉമ്മയെ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? നമ്മളിങ്ങനെ തട്ടി കളിക്കാതെ ഒന്നുമില്ല, നീ ഒന്നും അറിയണ്ടെന്ന് പറയും. അങ്ങനെയല്ല, എനിക്ക് വയറുവേദനയാണ്. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിൽ 6 വയസ്സായ മോനുണ്ട്. അവന് 4 വയസ്സാകുമ്പോഴേ അറിയാം എന്ത് പീരിയഡ്സ് എന്നാണ്. അവന് ചോദിക്കും, അതെൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അവന് ചോദിക്കും, എന്താണ് ഇന്ന് നിസ്കരിക്കാത്തത്? ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ ഇന്ന് എന്താ അമ്മ നിസ്കരിക്കാത്തത്, ഇന്ന് എന്താ ആൻറ്റി നിസ്കരിക്കാത്തതെന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ പറയും, ഇന്ന് ആൻറ്റിക്ക് പീരിയഡ്സ് ഭാഗമാണ്. അവൻ അത്രേ അറിയുള്ളൂ, അവൻ നമുക്ക് അത്രേ പറഞ്ഞു കൊടുക്കാം. അപ്പം കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ഒരു 10-12 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോ പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഒരു 4 വയസ്സായപ്പോൾ അവന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു 10 വയസ്സായ കുട്ടിക്ക് എന്തുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലായിക്കൂടാ? അപ്പം നമ്മളെ തെറ്റാണത്. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നുള്ളത്, നമ്മൾ സാധാരണ കടയിൽ പോകുമ്പോൾ എണ്ണ വേണോ സോപ്പ് വേണോ ചോദിക്കുന്ന പോലെ ഒരു മാസത്തിൽ നിങ്ങളെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ പാഡ് തീർന്നിട്ടുണ്ടോ, പാഡ് വേണമെന്ന് ചോദിക്കണം. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? എന്നാലേ ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോണ കേസാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനും പോകാം, അച്ഛനും പോകാം, എല്ലാവരും പോകണം. എപ്പോഴും അമ്മ പോകണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഇത് മൂഡ് സ്വിങ്സ് ആണ്, ഇത് നിങ്ങളെ തോന്നലാണെന്നൊന്നും ഒരു പീരിയഡ്സ് ആയ ഒരു വ്യക്തിയോട് പറയുന്നത്. ഹോർമോണിൻ്റെ വ്യതിയാനം എന്നുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനി പീരിയഡ്സിനെ കുറിച്ചുള്ള കുറച്ച് മിത്തുകളാണ്. 1, പീരിയഡ് സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ? പീരിയഡ് സമയത്ത് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. പീരിയഡ്സിൻ്റെ വേദന കുറയുകയും ചെയ്യും. കൂടാതെ മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് കുറച്ചൊക്കെ മാറും. കുറച്ച് ഫ്രഷ് എയറൊക്കെ ഇറങ്ങി നടക്കുന്നതിനൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഫ്രഷ് എയർ കിട്ടും, മൂഡൊക്കെ കുറച്ചൊക്കെ ശരിയാവുകയൊക്കെ ചെയ്യും. ഇനി പീരിയഡ്സിൻ്റെ സമയത്തുള്ള ഈ പെരുമാറ്റം, അതായത് മൂഡ് സ്വിങ്സ്, ദേഷ്യം, ഇതൊക്കെ അഭിനയമാണോ? ഇതൊന്നും അഭിനയമല്ല, ഇത് ശരിക്കുള്ളതാണ്. കാരണം എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹോർമോണിൻ്റെ വ്യതിയാനമാണ്. പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.